കുഞ്ഞിമംഗലത്തിന്റെ നെല്ലറയായി തെക്കേ വയൽ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 7 പാടശേഖരങ്ങളിൽ ഏറ്റവും വലിയ പാടശേഖരമാണ് കുഞ്ഞിമംഗലത്തിന്റെ നെല്ലറയായ തെക്കേവയൽ പാടശേഖരം. 9, 10, 11, 12 എന്നീ വാർഡുകളിലായി 100 ഏക്കറിലധികം സ്ഥലത്ത് പരന്നു കിടക്കുന്ന പാടശേഖരത്തിൽ വർഷത്തിൽ 2 വിളയാണ് കൃഷി ചെയ്തു വരുന്നത്. ഒന്നാം വിള വിരിപ്പ് നെൽകൃഷി ഇടവപ്പാതി വർഷത്തോടെ ആരംഭിക്കും. 10 സെന്റ് മുതൽ 5 ഏക്കർ വരെ കൃഷിഭൂമിയുള്ള 150-ൽ പരം ചെറുകിട കർഷകർ ഈ പാടശേഖരത്തിൽ മെമ്പർമാരായിട്ടുണ്ട്. മേടം 1 വിഷുദിനത്തിൽ പുലർച്ചെ കൈവിത്ത് ഇടുന്നതോടുകൂടി കൃഷിപ്പണിക്ക് തുടക്കമാകും. പിന്നീട് കന്നിമാസം കൊയ്ത്ത് സമയം വരെ കൃഷി ഉത്സവമാണ്. ഏത് കാലാവസ്ഥയിലും 100 മേനി വിളവ് ഈ വയലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കൊയ്ത്തു കഴിഞ്ഞ് മഴ കുറയുന്ന സമയത്ത് നടത്തുന്ന 2ാം വിളയിൽ പ്രധാനമായും ഉഴുന്ന്, ചെറുപയർ, മുതിര, എള്ള് എന്നിങ്ങനെ ആവശ്യാനുസരണം കൃഷി ചെയ്യുന്നു. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്നുണ്ട്. കുഞ്ഞിമംഗലം കൃഷിഭവനിലെ കൃഷി ഓഫീസർ അമിത സിസിൽ, കൃഷി അസിസ്റ്റന്റുമാരായ TV ബിന്ദു, M ജുമൈല എന്നിവർ ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും കൃഷിക്കാരുടെ കൂടെ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് തങ്ങൾക്ക് കരുത്താണെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്തിന്റെ ആക്ച്വലി പറഞ്ഞ ഒരു നെല്ലറയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാടശേഖരമാണ് നമ്മുടെ തെക്കേവയൽ പാടശേഖരം എന്ന് പറയുന്നത്. ഏകദേശം എപ്പോഴും എല്ലാ സീസണിലും ഒരു 100 ഏക്കറിന് മേലെ എപ്പോഴും നെൽകൃഷി ചെയ്തു വരുന്ന ഒരു പാടശേഖരമാണ്. അപ്പോൾ എല്ലാ പാടശേഖരങ്ങളും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലായിരുന്നു. അതിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏകദേശം 40 ലക്ഷത്തോളം പദ്ധതിയിൽ വകയിരുത്തിയാണ് നമ്മളിവിടെ ഒരു ട്രാക്ടർ വേ നിർമ്മിച്ചതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് വളരെയധികം സൗകര്യപ്രദമായ രീതിയിൽ തന്നെ അവർക്ക് നെൽകൃഷി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദീപു മെമ്പറിൻ്റെ ഏറ്റവും വലിയൊരു സഹായത്തോടെയാണ് നമുക്കൊരു ട്രാക്ടർ അവൈലബിൾ ആക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ജനപ്രതിനിധികളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും കർഷകരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയുടെ വലിയൊരു വിജയമാണ് നമ്മുടെ തെക്കേവയൽ പാടശേഖരം എന്ന് പറയുന്നത്. പാടശേഖരത്തിന് 25 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഒരു ട്രാക്ടർ മതിയാവാത്ത അവസ്ഥ വന്നപ്പോൾ 2022-23 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപുവിന്റെ പ്രത്യേക താൽപര്യത്തിൽ ഒരു ട്രാക്ടർ കൂടി അനുവദിച്ചു. ഇപ്പോൾ പാടശേഖരത്തിന്റെ കീഴിൽ 2 ട്രാക്ടർ നിലവിലുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ് നെല്ലും പുല്ലും വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ പാടശേഖരത്തിന്റെ തൊഴിലാളികളുമുണ്ട്. 3 കിലോമീറ്ററോളം വരുന്ന ട്രാക്ടർ വേ വികസന പാതയിലാണ്. 10ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ A പ്രാർത്ഥനയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജുവും വയലിൽ വന്ന് ട്രാക്ടർ വേ ഇല്ലാത്തതിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം 15 ലക്ഷത്തിന്റെ പണി പൂർത്തീകരിച്ചു. 2ാം ഘട്ടം 25 ലക്ഷത്തിന്റെ പണി നടന്നുവരികയാണ്. ഇത് പൂർത്തിയായാൽ കർഷകർക്ക് വയലിന്റെ എല്ലായിടത്തും എളുപ്പത്തിൽ യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ സാധിക്കുമെന്ന് കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന പറഞ്ഞു. എല്ലാ കർഷകർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പാടശേഖരം തന്നെയാണ് തെക്കേവയൽ പാടശേഖരം. അത് കൂട്ടായ്മയോട് കൂടി തന്നെയാണ് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലായാലും ഒരു മീറ്റിങ്ങിൻ്റെ കാര്യത്തിലായാൽ പോലും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിലൂടെ മാത്രമാണ് ആ ഒരു പാടശേഖരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. നമുക്കറിയാം, ഉപ്പുവെള്ളം കയറുന്നതും മറ്റുമെല്ലാം ഒരുപാട് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാവരും ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കൃഷിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ ദീപുവിൻ്റെയും നേതൃത്വത്തിൽ നമുക്കൊരു ട്രാക്ടർ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ 2 ഘട്ടങ്ങളിലായി ആദ്യഘട്ടത്തിൽ 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിക്കൊണ്ട് ഒരു ട്രാക്ടർ വേ സംവിധാനം അതിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2ാം ഘട്ടം 25 ലക്ഷം രൂപ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയായാൽ കർഷകർക്ക് ഒന്നുകൂടി സഹായമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാടശേഖരത്തിന്റെ ഭാഗമായുള്ള കർഷകരുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടുപോകുന്ന പാടശേഖര സമിതിയുടെ പ്രവർത്തനമാണ് ഇവരുടെ വിജയങ്ങൾക്ക് കാരണം. P സുരേന്ദ്രൻ പ്രസിഡന്റും PV ദിനേശൻ സെക്രട്ടറിയായുമുള്ള 9 അംഗ കമ്മിറ്റിയാണ് പാടശേഖര സമിതി നയിക്കുന്നത്.
പാടശേഖര സമിതി നേരിടുന്ന പ്രധാന വെല്ലുവിളി ചിലയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതാണ്. ഉപ്പുവെള്ളം കയറുന്നതില്ലാതായാൽ മുഴുവൻ കൃഷിഭൂമിയും കൃഷിയോഗ്യമാക്കാൻ കഴിയും. 2012-13 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്ത് 88 ലക്ഷം രൂപ ചെലവഴിച്ച പുതിയ VCB പണി പൂർത്തീകരിച്ചു. അതിൻ്റെ പ്രവർത്തനം കൃത്യസമയങ്ങളിൽ കമ്മിറ്റി നിർവഹിച്ചു വരുന്നുണ്ടെങ്കിലും മറ്റു പല ഭാഗത്തുകൂടി ഉപ്പുവെള്ളം കയറുന്നുണ്ട്. കാലപ്പഴക്കത്താൽ തകർന്നുപോയ അണക്കെട്ട് വഴി നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപ്പുവെള്ളം കയറുന്നുമുണ്ട്. താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ പുഴയുടെ ചിറ ഉയർത്തിയാൽ വയലിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ സാധിക്കുമെന്ന് കർഷകരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുഞ്ഞിമംഗലം. IC Moon Ice Cream, a Janata Charitable Society product.